നമസ്കാരം. ഈ നിയമസഭാ പദ്ധതി സമയബന്ധിതമായി നടപ്പാക്കുന്നതിലും പണമിടപാടുകളിലും ഗുരുതരമായ വീഴ്ചയുണ്ടായിട്ടും അതുമായി ബന്ധപ്പെട്ട പരിശോധനകളും യോഗങ്ങളും കാര്യക്ഷമമായി നടന്നിട്ടില്ല. നടത്തിപ്പ് കരാറുകാരായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജോലികൾ വിലയിരുത്താനും രൂപം നൽകിയ MLA-മാരുൾപ്പെടെയുള്ള ഉന്നതാധികാര സമിതി കഴിഞ്ഞ 2 വർഷത്തിനിടെ ഒരു തവണ പോലും യോഗം ചേർന്നിട്ടില്ല. 2023 ജൂൺ 21-നാണ് ഈ സമിതി ഒടുവിലായി യോഗം ചേർന്നത്. കരാർ കാലാവധി ഒട്ടേറെ തവണ നീട്ടി നൽകിയിട്ടും പദ്ധതി പൂർത്തിയാക്കാൻ ഊരാളുങ്കലിന് സാധിക്കാത്ത സാഹചര്യത്തിൽ സമിതി എത്രയും വേഗം വിളിച്ചു ചേർക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് റോജി എം ജോൺ MLA കഴിഞ്ഞ ജൂൺ 12-ന് സ്പീക്കർക്ക് കത്ത് നൽകിയിരുന്നു. എങ്കിലും ഇതിൽ യാതൊരു വിധത്തിലുള്ള നടപടികളും ഉണ്ടായില്ല. 2020 ജൂൺ 30-ന് പൂർത്തിയാകേണ്ടിയിരുന്ന പദ്ധതിയാണ് ഇത്. അതേസമയം ഈ നിയമസഭാ പദ്ധതി നിർവഹണത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ല എന്നും ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നും നിയമസഭാ സെക്രട്ടേറിയറ്റ് അറിയിച്ചു. ഊരാളുങ്കലിന് മുൻകൂറായി നൽകിയ 9.4 കോടി രൂപയ്ക്ക് കണക്ക് നൽകിയില്ല എന്നത് പരോക്ഷമായി ശരിവെച്ചുകൊണ്ടായിരുന്നു ഈ വാദങ്ങളെല്ലാം. മുൻകൂർ തുക നൽകിയത് ക്രമീകരിക്കാനുള്ള നടപടി അന്തിമഘട്ടത്തിലാണ് എന്ന് അധികൃതർ പറയുന്നു. ഇതോടെ 2019 മാർച്ചിൽ കൈമാറിയ തുക 6 വർഷത്തിനു ശേഷവും ക്രമീകരിച്ചിട്ടില്ല എന്നതിനും സ്ഥിരീകരണമായി. ഈ നിയമസഭാ പദ്ധതി അപൂർണമായി തുടരുമ്പോഴും ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റി പരിപാലന ചെലവായി ആവശ്യപ്പെട്ടത് 1.5 കോടി രൂപയാണ്. 2019 തുടങ്ങിയ ഈ പദ്ധതി 2023 ഭാഗികമായി നടപ്പായി തുടങ്ങിയപ്പോഴാണ് പരിപാലന ചെലവ് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചത്. ഇത് സംബന്ധിച്ച് നടന്ന അന്വേഷണത്തിലാണ് ഈ നിയമസഭാ പദ്ധതിയിലെ ക്രമക്കേട് പുറത്തു വന്നത്. ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിക്ക് ഈ മേഖലയിലുള്ള വൈദഗ്ധ്യം വിലയിരുത്താതെയും ടെൻഡർ ഒഴിവാക്കിക്കൊണ്ടുമാണ് 2019 52.31 കോടി രൂപയ്ക്ക് കരാർ നൽകിയത്. കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ഹാർഡ്വെയർ ഉപകരണങ്ങൾക്ക് 33.84 കോടി രൂപയും സോഫ്റ്റ്വെയറിന് 18.46 കോടി രൂപയുമായിരുന്നു ഊരാളുങ്കലിന്റെ പ്രതിഫലം. സഭാ നടപടി പൂർണ്ണമായും ഡിജിറ്റലാക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. എന്നാൽ ഇപ്പോഴും ഈ പദ്ധതി പൂർത്തീകരിച്ചിട്ടില്ല. സോഫ്റ്റ്വെയറുകൾ അപൂർവമാണ് എന്ന് വിവരാവകാശ നിയമപ്രകാരം പുറത്തുവന്ന രേഖകളിൽ വ്യക്തവുമാണ്. ഊരാളുങ്കൽ ബില്ല് നൽകുന്ന മുറയ്ക്ക് പ്രതിഫലം കൈമാറണമെന്നായിരുന്നു കരാറെങ്കിലും 2019 ബില്ല് നൽകാതെ 30% തുക മുൻകൂറായി നൽകി. തുടർന്ന് പലപ്പോഴായി 29 കോടി രൂപ ഊരാളുങ്കൽ കൈപ്പറ്റി. കരാർ 12 തവണ നിയമസഭാ സെക്രട്ടേറിയറ്റ് നീട്ടിക്കൊടുത്തു. ഹാർഡ്വെയർ ഉപകരണങ്ങളുടെ 9.4 കോടി രൂപയുടെ കണക്ക് നൽകിയിരുന്നതുമില്ല. പണം കൈപ്പറ്റി 5 വർഷത്തിനു ശേഷം ആവശ്യപ്പെട്ടപ്പോൾ മാത്രമാണ് അപൂർണമായ രേഖകൾ കൈമാറിയത് പോലും. ഈ പദ്ധതി അനിശ്ചിതമായി നീളുന്നതിനിടയിൽ ഉപയോഗിച്ചു തുടങ്ങാത്ത IT ഉപകരണങ്ങളുടെ വാറണ്ടി കാലാവധിയും അവസാനിച്ചു. ഇവയുടെ അറ്റകുറ്റപ്പണിക്ക് അനുബന്ധമായ കരാർ നൽകാനുള്ള നടപടി പുരോഗമിക്കുകയാണിപ്പോൾ. ഈ നിയമസഭാ പദ്ധതി വിവാദമാകുന്നതിനിടയിൽ കരാറിൽ ക്രമക്കേടില്ല എന്ന വാദവുമായി നിയമസഭാ സെക്രട്ടേറിയറ്റ് രംഗത്ത് വരികയുമുണ്ടായി. കരാർ അനുസരിച്ചുകൊണ്ടുള്ള തുക മാത്രമാണ് നൽകിയത് എന്നും മുൻകൂർ പണം അനുവദിച്ചത് ക്രമീകരിക്കാനുള്ള നടപടി അന്തിമഘട്ടത്തിലാണ് എന്നും പത്രക്കുറിപ്പിൽ വിശദീകരിക്കുന്നു. നിയമസഭയെ ഡിജിറ്റൽ വൽക്കരിക്കാനുള്ള ഈ നിയമസഭ സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്ത വസ്തുതാ വിരുദ്ധമാണ് എന്നും നിയമസഭാ സെക്രട്ടേറിയറ്റ് വാദിക്കുകയാണിപ്പോൾ. ഹാർഡ്വെയർ, ഡെലിവറി, ഇൻസ്റ്റലേഷൻ ഉൾപ്പെടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ വർക്കും നിയമസഭാ സെക്രട്ടേറിയറ്റിലും MLA ഹോസ്റ്റലിലും അനുബന്ധ ഓഫീസുകളിലും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള സോഫ്റ്റ്വെയർ വർക്കും പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ കരാർ നൽകിയത് എന്നാണ് ഇവരുടെ വാദം. ഇൻഫ്രാസ്ട്രക്ചർ വർക്ക് 2023 മാർച്ചിൽ പൂർത്തിയാക്കി കൈമാറി. കരാർ അനുസരിച്ച് അതിന്റെ തുക മാത്രമാണ് നൽകിയത്. മുൻകൂർ തുക നൽകിയത് ക്രമീകരിക്കാനുള്ള നടപടി അന്തിമഘട്ടത്തിലാണ് എന്നും അധികൃതർ പറയുന്നു. എന്തായാലും കരാറിന് വിരുദ്ധമായി ഊരാളുങ്കലിന് പണം കൈമാറിയെന്ന ആരോപണം ശരിവെക്കുന്നത് തന്നെയാണ് ഈ വിശദീകരണങ്ങൾ അത്രയും.